കർത്താവിൻ്റെ തിരുനാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി ആയിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ രാവിലെ സമയം ദൈവവചനത്തിൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ തലയെ ഉയർത്തുന്ന ഒരു നല്ല ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു നെഗറ്റീവ് വേർഡാണ് എൻ്റെ തല കുനിയിക്കും എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്. എൻ്റെ തല കുനിഞ്ഞുപോയി എന്നൊക്കെ പറയുമ്പോൾ അത് ആലങ്കാരിക ഭാഷയിൽ നമ്മൾ പറയുന്ന അപമാനഭാരത്താൽ അപമാനിക്കപ്പെടുന്ന ഒരാൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയാത്ത പരിഹാസപാത്രമായി തീരുന്ന ഒരാൾക്ക് കോടതി കുറ്റവാളി എന്ന മുദ്ര കുത്തി ശിക്ഷിച്ച ഒരു വ്യക്തി തല താഴ്ത്തിപ്പിടിച്ച് നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വചനം പറയുന്നു, ദൈവമക്കളുടെ തലയെ ദൈവം ഉയർത്തും. അതിനുത്തമ ഉദാഹരണമാണ് 3-ാം സങ്കീർത്തനത്തിൽ, വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. 3-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയൊരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പാടുന്ന ഒരു പാട്ടുണ്ട്, തൻ്റെ മകൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ശക്തമായ എതിർപ്പുകൾ, പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതിസന്ധികളുടെ ഘട്ടങ്ങൾ. ദാവീദ് പാടുന്ന, യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, ശത്രുക്കളുടെ എണ്ണം കൂടി, എന്നോട് എതിർക്കുന്നവർ അനേകരായിരുന്നു. 1-2 പേരല്ല, അനേക ആളുകൾ ദാവീദിനെതിരായി തുടങ്ങി. പലരും ദാവീദിനെക്കുറിച്ച് പറയുന്നു, അവന് ദൈവത്തിങ്കിൽ നിന്ന് പോലും രക്ഷയില്ല എന്നതിനെക്കുറിച്ച് പലരും പറയുന്നു. ദൈവം പോലും അവന് കൈവിട്ടു. നമ്മെക്കുറിച്ച് പലരും പറയുന്നത്, അവന് ദൈവത്തിന് പോലും അവനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവനെക്കുറിച്ച് അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ദൈവം പോലും കൈവിട്ടു. ദൈവത്തിനും വേണ്ട, മനുഷ്യനും വേണ്ടാത്ത നിലയിലായിരിക്കുന്ന ഒരവസ്ഥ. എത്ര പരിതാപകരമായ ഒരു സാഹചര്യമായിരിക്കും പ്രിയമുള്ളവരെ. അപ്പോൾ ദാവീദ് ഇവിടെ നിരാശ കൊണ്ട് തീർക്കാനല്ല തൻ്റെ ജീവിതം. വൈരികൾ പെരുകി, എതിർക്കുന്നവർ അനേകരാണ്, എല്ലാം ശരിയാണ്. പലരും പല കമൻറ്റുകൾ പറഞ്ഞു, അവനെ ദൈവം പോലും കൈവിട്ടെന്ന് പറഞ്ഞു, ദൈവത്തിങ്കിൽ നിന്ന് പോലും രക്ഷയില്ല എന്ന് പലരും പറഞ്ഞു. എന്നാൽ അടുത്ത വാക്യം, 3-ാമത്തെ വാക്യമാണ്, എന്നാൽ തോറ്റുകൊടുക്കാൻ തയ്യാറില്ലാത്തൊരു മനസ്സുമായി ഭക്തൻ പാടുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. എത്ര മനോഹരമായ പ്രത്യാശ നൽകുന്ന, ധൈര്യം നൽകുന്ന, ഏത് പ്രതികൂല സാഹചര്യത്തിൻ്റെ നടുവിലും ഉറച്ചു നിൽക്കുവാൻ ഒരു ദൈവവൈതലിനെ പ്രേരിപ്പിക്കുന്ന മനോഹരമായ വാക്യം. മറുവശത്ത് വൈരികൾ വർദ്ധിക്കുന്നു, വൈരികൾ എതിർക്കുന്നവർ അനേകരാണ്, ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു, പലരും എതിർക്കുന്നു, കൂട്ടത്തിലുള്ളവർ പോലും ഒറ്റപ്പെടുത്തുന്നു. ഏകാന്തമായ അനുഭവങ്ങൾ, വേദനാജനകമായ സാഹചര്യങ്ങൾ, സ്വന്തം മകൻ്റെ മുമ്പിൽ നിന്ന് പോലും ഓടിപ്പോകേണ്ട സാഹചര്യങ്ങൾ വന്നു. പലരും പറഞ്ഞു അവനെ ദൈവം പോലും കൈവിട്ടെന്ന് പറഞ്ഞു. പ്രതികൂലമായ സാഹചര്യങ്ങൾ ഒത്തിരി കയറി വന്നു. എന്നാൽ ദാവീദ് തോറ്റുകൊടുക്കാതെ പറയുക, എല്ലാവരും കൈവിട്ടാലും, ആരെല്ലാം എതിർത്താലും, ആരെല്ലാം പ്രതികൂലമായി വന്നാലും, എത്ര വൈരികൾ എനിക്കെതിരായി എഴുന്നേറ്റാലും എനിക്കൊരു ഉറപ്പുണ്ട്, എന്നെ പരിപാലിക്കുന്ന, എന്നെ സൂക്ഷിക്കുന്ന, എനിക്കൊരു കേടും വരാതെ, എനിക്കൊരു അനർത്ഥവും വരാതെ, എനിക്കൊരു ശൂന്യതകളും വരാതെ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പാടുന്നത്, നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയമാണ്. ചുറ്റിനും പരിചയമായി നിൽക്കുന്ന, ഏത് വശത്തുകൂടെ ശത്രുവാകുന്നവൻ കുന്തമോങ്ങിയാലും വാളിന് വെട്ടിയാലും മുറിവേൽക്കാതെ, ശരീരത്ത് കൊള്ളാതെ ചുറ്റിനും പരിചയമായി നിൽക്കുന്നൊരു ദൈവമുണ്ട്. നീ എനിക്ക് പരിചയമായി നിൽക്കുന്നു, എൻ്റെ മഹത്വമായി ഇറങ്ങുന്ന. അന്ന് അടുത്തതാണ് തല ഉയർത്തുന്ന ദൈവം. ദാവീദ് പറയുന്നു, തലകുനിക്കത്തക്ക സാഹചര്യങ്ങൾ പലതും കടത്തിവിട്ടു ശത്രുവാകുന്ന സാത്താൻ, എന്നാൽ ഞാൻ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന മനോഹരമായ ഒരു വാക്കാണ്, ആമേൻ, നീ എൻ്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ്. നമുക്ക് ഈ വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ, പലരോടും ചോദിച്ചാൽ, പല കഥാപാത്രങ്ങളോടും പല ഭക്തന്മാരോടും ചോദിച്ചാൽ പറയും, അവരുടെ തലയെ ദൈവം ഉയർത്തി. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ട അബ്രഹാം, സാറ 25 വർഷം കാത്തിരുന്നു.
99 വയസ്സിൽ അബ്രഹാം മമ്രയുടെ തോപ്പറിൽ ഇരിക്കുന്ന സമയത്ത് കൂടാരമടിച്ചിരിക്കുമ്പോൾ 3 പുരുഷന്മാർ തന്നെ എതിരേറ്റു വരുന്നതായിട്ട് അവിടെ കാണാനായിട്ട് കഴിയും. അബ്രഹാം എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ വീട്ടിലേക്ക് വരുന്നവരുടെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞവരെ നമസ്കരിച്ചു. അവരെ വീട്ടിൽ സ്വീകരിച്ചിരുത്തി അവർക്ക് നല്ല ആഹാരം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കാൻ സാറയോട് പറഞ്ഞു. ദാസൻ്റെ കയ്യിൽ തടിപ്പിച്ച കാളക്കുട്ടിയെ കൊടുത്ത് അറുത്തു പാചകം ചെയ്യാൻ പറഞ്ഞു. ഒക്കെ ചെയ്ത് സമയങ്ങളെടുത്തതൊക്കെ പാകം ചെയ്ത് ആ ദൈവപുരുഷന്മാരെ ശുശ്രൂഷിച്ചു. എന്നാൽ വലിയൊരു ശൂന്യത ആ കുടുംബത്തിനകത്തുണ്ട്. എല്ലാമുള്ള ഒരു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒന്ന് മാത്രമല്ല, ഒരു കുഞ്ഞ്, ഒരു തലമുറയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണ്? നിൻ്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽത്തരയിലെ മണലിലെ പോലെ ആക്കുമെന്നാണ്. 24 വർഷമായി ഒരു വാഗ്ദത്തവും കാണാതിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പുരുഷന്മാർ വന്ന് പോകാൻ നേരത്ത് ചോദിച്ചു, നിൻ്റെ ഭാര്യ സാറായി എവിടെ? അവൾ കൂടാരത്തിനകത്തുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അടുത്തൊരു വാക്കാണ്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും. അന്ന് നിൻ്റെ ഭാര്യ സാറായുടെ കയ്യിൽ ഒരു തലമുറ കാണും, ഒരു വാഗ്ദത്ത സന്തതി കാണും. അബ്രഹാം തലപൊക്കി നോക്കിയത്, മമ്രയുടെ തൊപ്പിൽ തലപൊക്കി നോക്കിയത്, കണ്ടത് തൻ്റെ കാത്തിരിപ്പിൻ്റെ മനോഹരമായ ഒരു പര്യവസാനം. താൻ തല ഉയർത്തിയ അഭിമാനത്തോടെ നിൽക്കത്തക്ക നിലയിൽ 25-ാമത്തെ വർഷം, വാഗ്ദത്തത്തിൻ്റെ 25-ാമത്തെ വർഷം, ദൈവം തമ്പുരാൻ പറഞ്ഞതുപോലെ നിവൃത്തിയാക്കപ്പെടുന്ന വാഗ്ദത്തങ്ങൾ കേട്ടവൻ വാഗ്ദത്തങ്ങൾ കാണാൻ തുടങ്ങി. വാഗ്ദത്തങ്ങൾ കണ്ട അബ്രഹാം വാഗ്ദത്തം കയ്യിലേറ്റുവാങ്ങാൻ തുടങ്ങി. കയ്യിലേറ്റുവാങ്ങിയ അബ്രഹാം വാഗ്ദത്തത്തെ അനുഭവിക്കാൻ തുടങ്ങി. വാഗ്ദത്ത സന്തതിയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തലമുറയെ ദൈവത്തിന് കൊടുക്കുവാനിടയായിട്ടു. 100-ാമത്തെ വയസ്സിൽ അബ്രഹാം പിതാവായി, 90-ാമത്തെ വയസ്സിൽ സാറ മാതാവായി. ചരിത്രത്തെ മാറ്റിയെഴുതുന്ന ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. വൈദ്യശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന, പരാജയപ്പെടുത്തുന്നൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടതായി കാണാം. തലപൊക്കി നോക്കിയപ്പോൾ, തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് പരാജയമല്ല, കണ്ടത് ദൈവത്തിൻ്റെ കരുതലാണ്. അടുത്തൊരു ഭാഗത്ത് പറയുന്നുണ്ട്, തനിക്ക് ദൈവം കൊടുത്ത തൻ്റെ തലമുറ ഇസഹാക്കിനെ ദൈവം പറഞ്ഞ മലയിൽ കൊണ്ട് യാഗമർപ്പിക്കുവാൻ മനസ്സോടെ പോകുമ്പോൾ ഇസഹാക്കിനെ മല കയറി ആ മലയുടെ മുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇസഹാക്കിനെ കൈയും കാലും പിടിച്ച് യാഗപീഠത്തിന്മേൽ കെട്ടുമ്പോൾ ഇസഹാക്കിൻ്റെ മേൽ കത്തി ഓങ്ങുമ്പോൾ ഒരശരീരി കേട്ടു, ഒരു ദൈവശബ്ദം കേട്ടു, അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത്. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒരാട്ടുകൊറ്റൻ്റെ കൊമ്പ് അവിടെ ഒരു കൊടുങ്കാട്ടിൽ കിടന്ന് പെട്ടുകിടക്കുന്നൊരു സാഹചര്യം കണ്ടു. അതിനെ യാഗമാക്കുവാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അസാധ്യതകളുടെ മേൽ പ്രവർത്തിക്കുന്നു. സാഹചര്യം എന്താണോ ഒന്നും അബ്രഹാം നോക്കിയില്ല. എങ്ങനെ ദൈവം കരുതുമെന്നും ചിന്തിച്ചില്ല. യഹോവ തനിക്ക് വേണ്ടി ഹോമയാഗത്തിൻ്റെ ആട്ടുകുട്ടി കരുതുമെന്ന് മകൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് മലമുകളിലേക്ക് കയറിപ്പോയി. അവിടെ ദൈവത്തിൻ്റെ കരുതൽ കണ്ടു. തലപൊക്കി നോക്കിയപ്പോഴൊക്കെ ദൈവപ്രവൃത്തി കാണുന്ന ഒരു അബ്രഹാമിനെ നമുക്കവിടെ കാണാൻ കഴിയും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് പറയുന്നുണ്ട്. ഒരിക്കൽ മോശെയും ഏലിയാവും യേശുതമ്പുരാൻ്റെ അടുക്കൽ വന്നപ്പോൾ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അതിന് സാക്ഷ്യം വഹിച്ചു. അവർ മരുഭൂമലയിൽ പ്രത്യക്ഷപ്പെട്ടു. യേശുവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ പത്രോസ് അവർ നോക്കി അത്ഭുത കാഴ്ച കണ്ടുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഗുരു, ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോശയും ഏലിയാവും അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞുപോയി. അവർ തലപൊക്കി നോക്കിയാറ് യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ജീവിതത്തിൽ ഒരു ആത്മീയ ദൂത് പറയാം, തലപൊക്കി നോക്കിയാൽ യേശുവിനെ നമുക്ക് കാണാൻ കഴിയണം. നമ്മുടെ ചുറ്റും നോക്കിയാൽ യേശുവിനെ കാണാൻ കഴിയണം. നമ്മുടെ അടുത്ത്, നമ്മുടെ സമീപത്ത്, നമ്മുടെ ചാരെ, നമ്മുടെ കൂടെയുള്ള, ഞാൻ നിൻ്റെ അടുക്കൽ ഇരിക്കാമെന്ന് പറഞ്ഞ്, ഞാൻ ഒരു നാൾ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കുമില്ല എന്ന് പറഞ്ഞ കർത്താവ്, നാം തലപൊക്കി നോക്കിയാൽ കാണുന്നത് പരാജയമല്ല, കാണുന്നത് പ്രതിസന്ധിയല്ല. പ്രിയമുള്ളവരെ, കാണുന്നത് പ്രതികൂല സാഹചര്യങ്ങളെയല്ല, ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്ന വാക്കുകൾക്കല്ല നമ്മൾ ചെവി കൊടുക്കുന്ന. പിന്നെയോ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുക. വാഗ്ദത്തം
അടുത്തിരിക്കുന്നു, നിവൃത്തി അടുത്തിരിക്കുന്നു. ദൈവശബ്ദം കേൾക്കുവാൻ ഒരുങ്ങുന്ന ഒരു കാലഘട്ടമായി ഇത് മാറണം. കഴിഞ്ഞ നാളുകളിൽ കേട്ടതായ ദൈവീയ വാക്തത്വങ്ങളെ ഈ നാളുകളിൽ കണ്ട് അത് കയ്യിലേറ്റുവാങ്ങി അനുഭവിക്കുന്ന നാളുകളാക്കി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം, അഭിമാനത്തോടെ നിൽക്കണം. ഞാനൊരു ദൈവ പൈതല, ഞാനൊരിക്കലും തോറ്റു കൊടുക്കത്തില്ല. ആരെല്ലാം എനിക്കെതിരെ പ്രതികൂലമായിട്ട് എഴുന്നേറ്റാലും, ആരെല്ലാം എനിക്കെതിരെ തകർച്ചയുടെ വാക്കുകൾ, നിന്ദയുടെ വാക്കുകൾ പറഞ്ഞാലും ഭാരപ്പെടുന്നില്ല, ഭയപ്പെടുന്നില്ല. കാരണം എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവനും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമെന്നുള്ള ഒരു വലിയ പ്രതിജ്ഞയോടെ മുന്നോട്ട് പോകുന്ന ഒരനുഭവം ദൈവം മക്കൾക്കുണ്ടാകണം. അങ്ങനെ തല ഉയർത്തിയാൽ ദൈവം നമ്മെ മാനിക്കും. നമ്മുടെ തല കുനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല, പരിഹാസിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല, ലജ്ജിച്ച് പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. പ്രിയമുള്ളവരെ, ലജ്ജിച്ചു പോകാതെ ഒരു സാക്ഷിയായി നിലകൊള്ളുവാൻ ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.